അള്ളാഹു അവർക്കൊക്കെ നല്ല സന്തോഷം കൊടുക്കട്ടെ, നല്ല ഭാവി അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇത് വലിയ വിഷയമാണ്. ഞാൻ പറയട്ടെ, പെണ്ണിന്റെ ഏറ്റവും സൗന്ദര്യം ഞാൻ എൻ്റെ അനുജത്തിമാരോട് പറയാണ്, അത് കഴിച്ചിട്ടേ ബാക്കി എന്ത് സൗന്ദര്യം നിനക്കുള്ളൂ. നീ എത്ര വലിയ മേക്കപ്പ് ഇട്ട് നടന്നാലും, ലിപ്സ്റ്റിക് ഇട്ട് നടന്നാലും, നീ എന്ത് ക്രീം പുരട്ടിയാലും, ഏത് വൈറ്റ് ക്രീമല്ല, ബ്യൂട്ടി ക്രീമല്ല, എന്ത് മണ്ണാങ്കട്ട് പുരട്ടിയാലും, നീ എത്ര മൊഞ്ചു കൂട്ടിയാലും, അതുണ്ടെങ്കിലേ നിനക്കിത് കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അതില്ലേ, ഇതുകൊണ്ട് ലാ ഫായിദത ഫിഹി, ഉസ്മേ കോയി ഫായിദ നഹി ഹേ, അതിൽ ഒരു ഫായിദവും ഇല്ല. ഞാനിത് വെറുതെ പറയല്ല. എന്താണത്? ഹയാ, ലജ്ജ. അത് വളരെ ആവശ്യമാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഹയാ ആണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയാണ്, കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ, കെട്ടിയവരാണോ ഒന്നെന്നെ ശരിക്കും മാനേജ് കൊണ്ടുപോയി മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാത്തതാണോ എങ്കിൽ തീരുമാനിച്ചോ എങ്ങനത്തെ പെണ്ണാകണം. ബ്രോക്കർമാരൊക്കെ ഉണ്ട്, അള്ളാഹു ബ്രോക്കർമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലേ? ഇവിടെ അങ്ങനല്ല, ബ്രോക്കർമാർ ഈ ഭാഗത്തല്ല ഉണ്ടാവില്ലേ? അള്ളാഹ് ഇപ്പൊ ഈ സദസ്സിലുണ്ട്. ബ്രോക്കറിനോട് പറയണം, നല്ല ചങ്ക ചൊല്ലത് അവൾക്ക് വേണു. ചങ്ക എന്ന് പറഞ്ഞാൽ ലജ്ജ, നാണക്കേട് എന്നത് അവൾക്ക് വേണം. കാരണം ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഹയാ ആണ്. ലജ്ജ കവിച്ച് വെച്ചിട്ടേ മറ്റുള്ളതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുജത്തിമാരോട് പറയട്ടെ, പെണ്ണ് എന്നത് പരീക്ഷണമാണെന്നാണ് ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണത്. അവിടുന്ന് പറഞ്ഞു, മനിബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ, പെൺമക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് അല്ലാഹു ഒരു ബാപ്പാനെയും ഒരു ഉമ്മാനെയും പരീക്ഷിച്ചാൽ, അപ്പൊ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഒരു പെൺകുട്ടി എന്നത് പരീക്ഷണമാണ്. അത് ബാപ്പക്കുള്ള പരീക്ഷണമാണ്, ഉമ്മാക്കുള്ള പരീക്ഷണമാണ്. എന്നാൽ ഈ ഹദീസ് പകുതി അങ്ങ് കേട്ട് എണീറ്റ് പോകരുതേ. ഹദീസ് ഫുള്ളായി ഒന്ന് കേൾക്കണം. ആ പരീക്ഷണത്തിൽ ബാപ്പയും ഉമ്മയും വിജയിക്കണം. ആ പരീക്ഷണത്തിൽ ഉമ്മയും ബാപ്പയും വിജയിക്കണം. അതെങ്ങനെയാണ് ഉമ്മയും ബാപ്പയും വിജയിക്കുന്നത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതേ ഫഅഹ്സന ഇലൈഹിന്ന, ആ ബാപ്പയും ഉമ്മയും ആ പെൺമക്കൾക്ക് ഗുണം ചെയ്യണേ. ഗുണം ചെയ്താൽ ആ പരീക്ഷണമാകുന്ന പെണ്ണിന്റെ പേരിൽ ആ ഉമ്മയും ബാപ്പയും വിജയിച്ചു പോയി. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്, അല്ലേ? ആണുങ്ങളെ